എല്ലാവർക്കും നമസ്കാരം. ഇന്നിവിടെ ചെയ്യുന്നത് നല്ല ടേസ്റ്റി ആയിട്ടുള്ള മാങ്ങാപ്പഴം ഉപയോഗിച്ചിട്ടുള്ള ഒരു ഐറ്റമാണ്. വളരെ ഈസി ആയിട്ട് നമുക്കിത് ചെയ്തെടുക്കാൻ പറ്റും. നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് റൈറ്റ് സൈഡിലെ ബെല്ലൈക്കണും കൂടി ഒന്ന് ആക്റ്റീവ് ആക്കുകയാണെങ്കിൽ ഞാനിടുന്ന ഓരോ വീഡിയോയുടെയും നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോൾ കിട്ടുന്നതായിരിക്കും. ഇവിടെ 250 മില്ലിയുടെ കപ്പിൽ 1 കപ്പ് പാലെടുത്ത് വെച്ചിട്ടുണ്ട്. ഇതിലേക്ക് 2-3 ടേബിൾ സ്പൂൺ പഞ്ചസാര ചേർത്ത് കൊടുക്കാം. ഓരോരുത്തരുടെയും ഇഷ്ടത്തിനനുസരിച്ച് മധുരം ചേർത്ത് കൊടുക്കാം. ഇത് അടുപ്പത്ത് വെച്ചൊന്ന് ഇളക്കി കൊടുക്കാം. ഇതിലേക്ക് 1 ടീസ്പൂൺ കോൺഫ്ലവറും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. കോൺഫ്ലവർ കുറച്ച് പാലിൽ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. കോൺഫ്ലവർ ചേർത്തില്ലെങ്കിലും കുഴപ്പമില്ല, കുറച്ച് കൂടുതൽ സമയം പാൽ ഇളക്കി കൊടുക്കണമെന്നേ ഉള്ളൂ. ഇതുപോലെ കോൺഫ്ലവർ ചേർത്ത് കൊടുത്തിട്ടുണ്ടെങ്കിൽ പാല് പെട്ടെന്ന് കുറുകി കിട്ടും. ഇവിടെ എടുത്തിരിക്കുന്ന പാല് പകുതി അളവിലും കുറച്ചും കൂടെ കുറയുന്നത് വരെ ഒന്ന് അടുപ്പത്ത് വെച്ച് ഇളക്കി കൊടുക്കണം. ഇവിടെ ഇപ്പോൾ പാല് നന്നായിട്ട് കുറുകി ഇതിൻ്റെ അളവൊക്കെ കുറഞ്ഞു വന്നിട്ടുണ്ട്. ഈ ഒരു സമയത്ത് ഇതിന് മിൽക്ക് മെയ്ഡിൻ്റെ ഒരു ടേസ്റ്റ് ആയിരിക്കും. ഇതൊന്ന് തണുക്കുന്നതിന് വേണ്ടിയിട്ട് മാറ്റി വെക്കാം. അടുത്തതായിട്ട് ചെയ്യേണ്ടത് മാങ്ങാപ്പഴത്തിൻ്റെ മുകൾ ഭാഗം ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് മാറ്റണം. അതിനുശേഷം ഈ മാങ്ങയിൽ നിന്ന് ഇളക്കി മാറ്റണം. ഇതുപോലെ ഷാർപ്പായിട്ടുള്ള ഒരു കത്തി ഉപയോഗിച്ച് ഇത് ഇളക്കി മാറ്റാം. ഞാൻ ഇതുപോലെയുള്ള ഒരു ടൂൾ ഉപയോഗിച്ചിട്ടാണ് ഈ മാങ്ങാണ്ടി റിമൂവ് ചെയ്തെടുക്കുന്നത്. ഇതുകൊണ്ടിത് വളരെ ഈസി ആയിട്ട് ചെയ്തെടുക്കാൻ പറ്റും. ഇതുപോലെ ചെയ്തെടുക്കുമ്പോൾ കുറച്ച് സൂക്ഷിച്ചിട്ട് വേണം ചെയ്തെടുക്കാൻ. മാങ്ങയുടെ അടിഭാഗം മുറിയാതെ വേണം ഇങ്ങനെ ചെയ്തെടുക്കാൻ. ഇതുപോലെ മാങ്ങാപ്പഴം എടുക്കുമ്പോൾ നല്ല മധുരമുള്ള മാങ്ങാപ്പഴം നോക്കി വേണം എടുക്കാൻ. മധുരമില്ലാത്ത മാങ്ങാപ്പഴം ഉപയോഗിച്ചുണ്ടാക്കിയാൽ ടേസ്റ്റ് കാണില്ല. ദശയുള്ള മാങ്ങാപ്പഴം നോക്കി വേണം എടുക്കാൻ. മുഴുവനായിട്ട് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം ഇത് കൈകൊണ്ടൊന്ന് ഇതുപോലെയൊന്ന് ഇളക്കി കൊടുക്കാം. അങ്ങനെ ആകുമ്പോഴേക്ക് ഇത് മാങ്ങാപ്പഴത്തിൽ നിന്ന് വിട്ടുവരും. ഇതിപ്പോൾ മാങ്ങാപ്പഴത്തിൽ നിന്ന് വിട്ടു വന്നിട്ടുണ്ട്. ഇതിലുള്ള ദശയൊക്കെ ചെത്തി ഈ മാങ്ങാപ്പഴത്തിൻ്റെ ഉള്ളിലേക്ക് ആക്കി കൊടുക്കാം. നേരത്തെ റെഡിയാക്കി വെച്ചിരുന്ന പാലിൻ്റെ കൂട്ടിപ്പോൾ തണുത്ത് വന്നിട്ടുണ്ട്. ഇത് ഇതിനകത്തേക്ക് ഒഴിച്ചു കൊടുക്കാം. വീട്ടിൽ കണ്ടൻസ്ഡ് മിൽക്ക് ഇരിപ്പുണ്ടെങ്കിൽ ഇതുപോലെ പാല് കുറുക്കി ഒഴിച്ചു കൊടുക്കേണ്ട ആവശ്യമില്ല. കുറച്ച് കണ്ടൻസ്ഡ് മിൽക്ക് പാലിൻ്റെ അകത്ത് ഒഴിച്ചു കൊടുത്താൽ മതി. കണ്ടൻസ്ഡ് മിൽക്ക് ഇതുപോലെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നേരത്തെ ചെത്തി വെച്ച മുകൾ ഭാഗം കൊണ്ട് ഇതൊന്ന് അടച്ചു കൊടുക്കാം. ഞാനിതിവിടെ 4 മണിക്കൂർ ഫ്രീസറിൽ വെച്ച് തണുപ്പിച്ചതിന് ശേഷമാണ് കഴിക്കാനെടുക്കുന്നത്. നല്ലവണ്ണം തണുത്തതിന് ശേഷം മാങ്ങാപ്പഴവും ഈ കണ്ടൻസ്ഡ് മിൽക്കും കൂടെ മിക്സ് ചെയ്ത് ഐസ്ക്രീം കഴിക്കുന്നത് പോലെ നമുക്ക് കോരി കഴിക്കാം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഡെസേർട്ടാണ്. എല്ലാവരും ഒരു പ്രാവശ്യം ഇതുപോലെയൊന്ന് ചെയ്ത് നോക്കണം. തീർച്ചയായിട്ടും നിങ്ങൾക്കിതിൻ്റെ ടേസ്റ്റ് ഇഷ്ടപ്പെടും. ഇതുപോലെ ലൂസായിട്ട് കഴിക്കാൻ ഇഷ്ടമില്ലാത്തവർക്ക് ഇത് ഫ്രീസ് ചെയ്ത് ഉപയോഗിക്കാം. നന്നായിട്ട് ഫ്രീസറിൽ വെച്ച് കട്ടയാക്കിയതിന് ശേഷം ഇത് മുറിച്ച് കഴിക്കാവുന്നതാണ്. ഓരോരുത്തർക്കും അവരവരുടെ ഇഷ്ടത്തിനനുസരിച്ച് ഇത് ഉണ്ടാക്കി കഴിക്കാം. ഇന്നത്തെ ഈ റെസിപ്പി ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കാനും മറക്കണ്ട. പുതിയൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം.